നമസ്കാരം. കോഴിക്കോട് ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ SKSSF ജില്ലാ കമ്മിറ്റി മുതലക്കുളം മൈതാനത്ത് സംഘടിപ്പിച്ച ആദർശ സമ്മേളനം സമസ്തയുടെ ആദർശ മുന്നേറ്റങ്ങൾക്ക് കരുത്ത് പകരുന്നതായി. സംസ്ഥാന കമ്മിറ്റി ആചരിക്കുന്ന ത്രൈമാസ കമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നിറഞ്ഞൊഴുകിയത് ആയിരങ്ങൾ. സംഘടനയുടെ ആദർശ പ്രചരണ പ്രവർത്തനങ്ങൾ ലഭിച്ച അംഗീകാരമായി മാറി. അഹ്ലുസുന്നയുടെ ആധികാരികതയും വഹാബി മൗദൂദി വാദികളുടെ പാപ്പരത്വവും വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ മറവിൽ നടക്കുന്ന നവ ലിബറലിസത്തിന്റെ കുതന്ത്രങ്ങളെയും തുറന്നുകാട്ടിയ സമ്മേളനം സമകാലിക വിഷയങ്ങളിൽ സമസ്തയുടെ നിലപാട് തുറന്നു പ്രഖ്യാപിച്ചു. സമ്മേളനം കോഴിക്കോട് ഖാസിയായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലതി ഉദ്ഘാടനം ചെയ്തു. സമസ്തയുടെ സ്ഥാപിത കാലം മുതൽ പിന്തുടർന്നു വരുന്ന ആദർശ വിഷയങ്ങളിൽ തിരുത്തുവരുത്താനോ മാറ്റങ്ങൾ കൊണ്ടുവരുവാനോ സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആദർശ വ്യതിയാനം വിശ്വാസ വ്യതിയാനത്തിലേക്ക് നയിക്കുമെന്നും അപകടകരമായ വിശ്വാസ വൈകല്യങ്ങൾക്കെതിരെ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് മുബഷിർ തങ്ങൾ ജമലുല്ലൈലി അധ്യക്ഷനായി. അബി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഉമർ ഫൈസി മുക്കം, ഒളവണ്ണ അബൂബക്കർ ധാരിമി, വടക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അബ്ദുസ്സലാം ബാക്കഫി, സത്താർ പന്തല്ലൂര്, മുസ്തഫ അഷ്റഫി കുപ്പാടി, സിദ്ദിഖ് ഫൈസി താനാളൂർ എന്നിവർ വിഷയം അവതരിപ്പിച്ചു. തങ്ങൾ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ ഏതാണ്ട് 2700ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുണ്ടായ സാഹചര്യം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. ബി പോക്കർ സാഹിബിന് വേണ്ടിയിട്ട് CD സാഹിബിനെ പോലെയുള്ള പ്രമുഖരായ ആളുകൾ പ്രചരണം നടത്തിയപ്പോൾ സാക്ഷാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുല്യതയില്ലാത്ത നേതാവായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ വേദികളും അദ്ദേഹത്തിന്റെ പത്രമായ അൽ അമീനും കൂടെ ഉപയോഗപ്പെടുത്തിയപ്പോഴും 2000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ വിജയിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ മറുവശത്ത് ഒരു സയ്യിദിന്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ്, ഒരാത്മീയമായ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ ഉയർത്തി കാണിച്ചത് സയ്യിദുൽ ഖൗം, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളായതുകൊണ്ടാണ്. മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ കരപരിലാളനയിൽ വളർന്നു വന്ന മഹത്തായ സുന്നി ആദർശ വഴിയിലൂടെ അതിന്റെ സരണിയിലൂടെ ജീവിതത്തെ കരുപിടിപ്പിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ സാന്നിധ്യം കേരളീയ രാഷ്ട്രീയത്തിൽ അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിലാണ് പിന്നീട് മുസ്ലിം രാഷ്ട്രീയത്തിലേക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കടന്നു വരുന്നതും. ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ അതേ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പുസ്തകങ്ങൾ തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മഹത്തായ ആ രാഷ്ട്രീയ ധാരയിലേക്ക് ചേർന്ന് നിന്നതോടുകൂടെ മലബാറിലുള്ള മുസ്ലിംങ്ങൾ കൂട്ടമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തീർന്നു. അവിടെയാണ് പിന്നീട് നമ്മൾ രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കി തീർത്തത്. ഈ ഉമ്മത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാട്ടത്തിന്റെ വഴികൾ തുറന്നു വെച്ചത്, ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭരണഘടനാ അനുസൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നത് ഈ നാടിന്റെ ഇന്നലകളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകളും അതിന്റെ രൂപീകരണ കാലഘട്ടം മുതലെയുള്ള തീരുമാനങ്ങളും കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ ആശയം മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മനോഹരമായ ആദർശം ഒരു കളങ്കവുമില്ലാതെ ഇന്ന് നവംബർ 14-ന് 90 വർഷം പൂർത്തിയാകുമ്പോഴും രൂപീകരണ സന്ദർഭത്തിൽ ഏതൊരാദർശത്തിന് വേണ്ടിയാണോ ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഇത് നിലവിൽ വന്നത്, അതേ ആവശ്യത്തിന് വേണ്ടി കേരളത്തിൽ തുല്യതയില്ലാതെ 100 വർഷം പൂർത്തിയാകാനിരിക്കുകയാണ്. ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആശയധാരയോടുകൂടെ ചേർന്ന് നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എന്തൊക്കെ വിഘടനവാദങ്ങൾ, എന്തൊക്കെ വിഖണ്ഡവാദങ്ങൾ ഈ ആദർശത്തിനെതിരെ വന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് മഹത്തായ നമ്മുടെ ആദർശമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ആദർശത്തിൽ നിന്ന് പിന്മാറുന്നതിന്റെ പാരിതോഷികമായി നിന്റെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് നീ പിന്മാറാൻ ഒരുക്കമാണെങ്കിൽ നിനക്ക് സർവ്വതും നൽകാം, ഈ ആശയധാരയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന നിരന്തരമായ ശത്രുക്കളുടെ പ്രലോഭനങ്ങളും ഭീഷണികളും ഉണ്ടായപ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതിമനോഹരമായ ഒരു വചനമുണ്ട്. ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു പ്രത്യേക
പ്രഖ്യാപനമുണ്ട്. ലൗ വളഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി അലാ അൻ നത്റുക ഹാദൽ അംറ മാ ഫഅൽതു ഹാകദാ ഹത്താ യുദ്ഹിറഹു അല്ലാഹു ഔ ഉഹ്ലിക ദൂന. ഞാൻ എന്റെ ആദർശത്തിൽ നിന്ന് പിന്മാറുന്നതിന്റെ പകരമായി എന്റെ വിശ്വാസത്തെ നിങ്ങൾ എന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ ഭൗതികപരമായ താല്പര്യങ്ങളുടെ പകരമായി എന്റെ വിശ്വാസത്തെ ബലികഴിക്കുന്നതിന് എന്റെ പകരം നിങ്ങൾ എന്റെ വലത് കൈയിൽ സൂര്യനെയും എന്റെ ഇടത് കൈയിൽ ചന്ദ്രനെയും സമർപ്പിക്കാമെന്ന് പറഞ്ഞാലും ഈ ലോകത്തുള്ള എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നിങ്ങൾ എനിക്ക് നൽകിയാലും ആദർശത്തിന്റെ വിഷയത്തിൽ നോ കോംപ്രമൈസ്. ഞാൻ എന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിലകൊള്ളുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തോടടുക്കുന്ന കാലമായി വിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിന്റെ വിദ്യാർത്ഥി പടയാളിയായ SKSSFന്റെയും ആദർശം എന്ന് പറയുന്നത് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉസ്താദുമാർ അതിന്റെ മുശാവറയിലെ ബഹുമാനപ്പെട്ട 40ഓളം വരുന്ന മുശാവറ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കാൻ എന്നും ഈ SKSSF പ്രതിജ്ഞാബദ്ധമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ കൂടെ നിൽക്കാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഇന്നലെ